അടിയന്തരാവസ്ഥയാണ് കുറ്റം പറഞ്ഞിരുന്നത്. അതിനെപ്പറ്റി പറഞ്ഞു കേട്ടൊരു ചെറുപ്പക്കാരായ നമ്മളൊക്കെ. പക്ഷേ അതൊന്നും അല്ല അടിയന്തരാവസ്ഥ എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പോക്കാണ് പോകുന്നത്. ഒരു നല്ല കാര്യമല്ല. കാരണം ഈ വിമർശകരെയും സാഹിത്യകാരന്മാരെയും സൃഷ്ടാക്കളെയും ഒന്നും നമുക്ക് ബലം പ്രയോഗിച്ച് അമർച്ച ചെയ്യാമെന്ന് കരുതുന്ന ഒരു ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നല്ല. ഒരു നല്ല കാര്യമല്ല. കാരണം ഇപ്പം അഭിപ്രായം പറയാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം. ഇപ്പം എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്. അതിന് അവരെ അടിച്ചമർത്താൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഇരുന്ന് ഒച്ച ഉണ്ടാക്കിയ ആൾ ഇന്നും ഉണ്ടായിരുന്ന സമരത്തിനിടയിൽ അയാളെ ഞാനിവിടെ നിന്ന് ഓടിച്ചില്ലല്ലോ, എനിക്ക് അധികാരമുണ്ടെന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ എന്നെ വിമർശിക്കാൻ, എൻ്റെ എന്തെങ്കിലും പ്രവൃത്തിയെ വിമർശിക്കാൻ ഒരു തൊഴിലാളിക്ക് അവകാശമുണ്ട്. അത് ഞാൻ കൈയെടുത്തേണ്ട കാര്യമില്ല. ഇന്നും അദ്ദേഹം ഇവിടെ ബഹളം ഉണ്ടാക്കുന്നതിന് മുൻനിരയിലുണ്ടായിരുന്നു. ഞാനാണല്ലോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് അതൊന്നൊരു വിഷയമല്ല. വിമർശനം വേണം, ഡെമോക്രസിയിൽ വിമർശനം വേണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങളെല്ലാവരും. നമുക്കത് അതിനെ കണ്ട് അസഹിഷ്ണുത പ്രകടിപ്പിച്ചൊരു കാര്യമില്ല, അതിന് ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല. പാർലമെൻറ്റ് അസംബ്ലിയിലും രാഹുൽ എൻ്റെ അടുത്ത് നിൽക്കുന്നു, അദ്ദേഹം പ്രതിപക്ഷത്തെ MLA ആണ്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ പരിഹസിച്ചൊക്കെ അവർ നമ്മളെ പ്രസംഗിക്കുക. അത് ആ സമയത്ത് അവരുടെ ജോലിയാണ്, അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ ജോലിയാണ്. പക്ഷെ നമ്മുടെ സുരേഷ് അണ്ണന് ഇതൊന്നും പറയാൻ അറിയില്ല. കാരണം